വിവോയുടെ വിവോ Y53s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ വരുന്നത് 19,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y53s എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിവോ Y53s 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ മിക്ക ഫോൺസും ഓൺലൈൻ ഫോൺസാണ്. ഓൺലൈൻ മാർക്കറ്റ് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ Vivo Y53s പോലുള്ള ഫോണുകളിലൊക്കെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 19,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുക്കായിരുന്നു. ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ളത് കുറച്ച് പഴയ ഡിസൈനാണ്. അതൊക്കെ അവർക്ക് ഒഴിവാക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓൾറെഡി AMOLED ഡിസ്പ്ലേ വരുന്നില്ല. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല എന്നീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറെങ്കിലും കൊടുക്കായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഓഫ്ലൈൻ ഫോണിൽ AMOLED ഡിസ്പ്ലേ പഞ്ചോൾ ഡിസൈന് കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ 1-2 ഫീച്ചേഴ്സെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഫോൺസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ 3 ഫീച്ചേഴ്സും ഒരുമിച്ച് കിട്ടുന്ന ഫോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഓഫ്ലൈൻ മാർക്കറ്റിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1-2 ഫീച്ചേഴ്സെങ്കിലും അവർക്ക് കൊടുക്കാം. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല. ഈ ഫോണിൽ ഒരു ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ ലഭിക്കുന്നില്ല. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.38 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലാർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡീപ് സീ ബ്ലൂവും അതുപോലെ തന്നെ ഫെൻറ്റാസ്റ്റിക് റെയിൻബോയും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 19,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ലൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഫോൺസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിൽ ഇതേ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ 9,000-10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് പ്രോസസ്സറൊന്നുമല്ല. തരക്കേടില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടത് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 750G, സ്നാപ്ഡ്രാഗൺ 768G, അതുപോലെ തന്നെ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U ഇതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഈ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ നമുക്ക് ലഭിക്കേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പ്രോസസ്സറുകളിലൊക്കെ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോണിൽ 8GB റാം വരുന്നുണ്ട്, 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. 3GB ആണ് എക്സ്റ്റെൻഡഡ് റാമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 5.0 അൾട്രാ ഗെയിം മോഡ് ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. എന്നാൽ ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ആണ്. അവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുക്കായിരുന്നു. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ചില ഫോണുകളിലൊക്കെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ മാർക്കറ്റിൽ തന്നെ. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 19,490 രൂപയാണ്. പിന്നെ HDFCയുടെ, ICICIയുടെ, അതല്ലാന്നുണ്ടെങ്കിൽ കൊഡാക് മഹീന്ദ്രയുടെ, പിന്നെ ബജാജ് ഫിൻസറിൻ്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വിവോ Y53s എന്ന ഫോണിൽ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്.
ഞാൻ ഓൺലൈൻ മാർക്കറ്റിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈവൻ ഓഫ്ലൈൻ മാർക്കറ്റിൽ തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ വരുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പറയുന്നത് ഈ ഫോൺ തീരെ യൂസ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊന്നുമില്ല. ഒരു മിനിമം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കിട്ടേണ്ടതാണ്. പക്ഷേ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈവൻ വിവോയുടെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.